നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. അഞ്ചാമത്തെ ഓവറിൻ്റെ അവസാനത്തിലാണത് സംഭവിക്കുന്നത്. ഓൾറെഡി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നിന്ന് തപ്പുകയാണ്. അതിനിടക്കാണ് അങ്കരീഷ് രഘുവൻഷി ഇങ്ങനെ വിവാദമായ രൂപത്തിൽ ഔട്ടായിട്ടുള്ളത്. അത് ഔട്ടോ അല്ലയോ എന്ന രൂപത്തിൽ വലിയ തർക്കം ഇപ്പോൾ നടക്കുന്നുണ്ട്. അഭിഷേക് നായർ, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ കോച്ച്, ഫോർത്ത് ഒഫീഷ്യലിനോട് അതിശക്തമായ രൂപത്തിൽ തൻ്റെ പ്രതിഷേധം അറിയിക്കുന്നത് നമ്മൾ കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഗ്രൗണ്ട് മുഴുവൻ നെട്ടിപ്പോയി. അതാണ് സംഭവിച്ചത്. തേടംബരം അത് ഔട്ട് വിളിക്കുമ്പോൾ ഒബ്സ്ട്രക്റ്റിംഗ് ദി ഫീൽഡ് ശരിയാണ്. റൂൾ അനുസരിച്ച് അത് വേണമെങ്കിൽ ഔട്ടെന്ന് വ്യാഖ്യാനിക്കാം, ഔട്ടല്ലെന്നും വ്യാഖ്യാനിക്കാം. കാരണം എന്താ, ഇൻറ്റൻഷനലി ആണോ രഘുവൻഷി അവിടെ ഡയറക്ഷൻ മാറ്റിയതെന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ ഇൻറ്റൻഷനലി മാറ്റിയെന്ന് തോന്നുന്നില്ല. അത് ആക്സിഡൻ്റലി സംഭവിച്ചതാണ് എന്നാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവുക. അങ്ങനെ തന്നെയാണിപ്പോൾ മിക്ക ക്രിക്കറ്റിംഗ് എക്സ്പേർട്സും അതിനെ വിലയിരുത്തുന്നത്. സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ആ ബോൾ അദ്ദേഹം ഒന്ന് നെഡ്ജ് ചെയ്തു, സിംഗിൾ എടുക്കാൻ വേണ്ടി ആഞ്ഞു, മറുഭാഗത്ത് ക്യാമറൻ ഗ്രീന് തിരിച്ചയച്ചു. അപ്പോൾ അങ്ങോട്ട് ഓടിച്ചെന്ന് അദ്ദേഹം പിന്നെ ടേൺ ചെയ്ത്, അതായത് ഇങ്ങനെ യൂ ടേൺ അടിക്കണമല്ലോ നമ്മൾ വണ്ടി ഓടിക്കുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ടേൺ ചെയ്ത് ഇങ്ങോട്ട് തന്നെ ഓടുമ്പോൾ ത്രോ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് കൊള്ളുന്നു. അപ്പോൾ ഫീൽഡിങ്ങിനെ തടസ്സപ്പെടുത്തി, സ്റ്റമ്പ് കൊള്ളാതിരിക്കാൻ വേണ്ടി അദ്ദേഹം മനഃപൂർവ്വം ഡയറക്ഷൻ മാറ്റി എന്നാണ് തേടംപയർ വിധിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരം സംഭവവികാസങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പീൽ ചെയ്യാം. അപ്പീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അത് വിഡ്രോ ചെയ്യാറുണ്ട്. ക്യാപ്റ്റൻ ഋഷഭ് പന്താണ് അത് ചെയ്യേണ്ടിയിരുന്നത്. ക്രിക്കറ്റിൻ്റെ സ്പിരിറ്റൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാറുണ്ട്. ഈ ഹയസ്റ്റ് ലെവലിൽ ക്രിക്കറ്റ് കളിക്കും. നമ്മുടെ നാട്ടിലെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൻ്റെ കാര്യമല്ല പറയുന്നത്. ഹയസ്റ്റ് ലെവലിൽ കളി നടക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. ക്രിക്കറ്റിൻ്റെ സ്പിരിറ്റ് ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അത്തരം അപ്പീലുകൾ വിഡ്രോ ചെയ്യാറുണ്ട്. അതിലേക്കൊന്നും പോയില്ല. അമ്പയർ ആണെങ്കിൽ ഇങ്ങനെ വ്യാഖ്യാനിച്ചു. ഇൻറ്റൻഷനലി അദ്ദേഹം ഡയറക്ഷൻ മാറ്റി എന്ന രൂപത്തിലാണ് തേടംപയർ അത് വ്യാഖ്യാനിച്ചത്. അങ്ങനെയാണ് അത് ഔട്ട് കൊടുത്തത്. എന്തായാലും ഇത് വിവാദമായി മാറിയിട്ടുണ്ട്. ഡഗ് ഔട്ടിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ആളുകളൊക്കെ വലിയ രൂപത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. അതിൻ്റെ ഭാഗമാണ് അഭിഷേക് നായർ ആ രൂപത്തിൽ പ്രതികരിച്ചത് ഒഫീഷ്യലിനോട്. പിന്നെ രഘുവൻഷി കയറിപ്പോകുമ്പോൾ അദ്ദേഹം വളരെ വലിയ രൂപത്തിൽ ഡിസപ്പോയിൻറ്റഡ് ആണ്. ബാറ്റൊക്കെ ഇങ്ങനെ വീശി തറയിലൊക്കെ അടിച്ച് ഹെൽമറ്റൊക്കെ ഊരി വലിച്ചെറിയുന്നത് കണ്ടു. യെസ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത് ഫെയർ ആണോ അൺഫെയർ ആണോ? എൻ്റെ അഭിപ്രായത്തിൽ ഒരു അൺഫെയർ കോളാണ് സംഭവിച്ചിരിക്കുന്നത്. ആക്സിഡൻ്റലി സംഭവിച്ച കാര്യമാണ്. അതിനെ ക്രിക്കറ്റിൻ്റെ സ്പിരിറ്റ് ഉയർത്തിപ്പിടിച്ച് അപ്പീൽ വിഡ്രോ ചെയ്യാമായിരുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.